വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു കുടുംബ സ്വത്ത് പോലെയാണ് ഈ SNDP യോഗവും അതിൻ്റെ ട്രസ്റ്റുമൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്. വലിയൊരു ആസ്തിയുള്ള ട്രസ്റ്റാണിത്, വലിയൊരു ആസ്തി. ഈ ആസ്തി എങ്ങനെ ഉണ്ടായി? ശ്രീനാരായണ ഗുരുദേവന്റെ ആവശ്യപ്രകാരം മഹാകവി കുമാരനാശാൻ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് പൽപ്പുവും അതുപോലെയുള്ള പ്രമുഖരായ നേതാക്കളും നിന്ന് ജനങ്ങളിൽ നിന്ന്, പാവപ്പെട്ട മനുഷ്യരും സാധാരണ മനുഷ്യരിൽ നിന്ന് പണം പിരിച്ച് രാജ്യത്ത് കേരളത്തിലെങ്കിലും വലിയ തോതിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നാണല്ലോ ഗുരുദേവന്റെ തത്വം. മാത്രമല്ല വ്യവസായങ്ങൾ തുടങ്ങാനും വ്യാപാരം വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരു പുതിയ മുതലാളിത്തം എന്ന് വേണ്ടി നമുക്ക് പറയാവുന്ന ഒരു നവയുഗത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് കമ്പനി നിയമപ്രകാരം SNDP രജിസ്റ്റർ ചെയ്തത് എന്ന് ഇന്ന് നമുക്ക് കാണാൻ കഴിയും. കേവലം ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ല, പലരും കരുതുന്നത് പോലെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ല SNDP. അത് ഒരു കമ്പനിയാണ്. ഒരു കമ്പനി ആവുമ്പോൾ കമ്പനി ആക്ട്, കമ്പനീസ് ആക്ട് മാറി മാറി വന്നുകൊണ്ട് ഇപ്പോൾ 2013 ഏറ്റവും പുതിയ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് അനുസരിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം കമ്പനി എപ്പോഴും സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സൂക്ഷ്മമായ നിരീക്ഷണത്തിലുള്ള ഒന്നാണ്. കമ്പനി സെക്രട്ടറി കാര്യാലയമുണ്ട്, അവരെ വളരെ സൂക്ഷ്മമായി ഓരോ കമ്പനിയും നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഷെയർ മാർക്കറ്റിലെ കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ വെച്ച് വലിയ തോതിലുള്ള കൊള്ള അതിൽ കമ്പനികളുടെ പേരിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയ ആളുകളെ പറ്റിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും കമ്പനികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും കമ്പനികളുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഈ കമ്പനി മന്ത്രാലയത്തിന് കൊടുക്കണം. ഇത് നിർബന്ധമാണ്. ഇത് കൊടുത്തില്ല എങ്കിൽ ആ കമ്പനിക്ക് നിലനിൽക്കാൻ അർഹതയില്ല. കമ്പനി ഡയറക്ടർ ബോർഡാണ് ഇതിന് ഡയറക്റ്റ് ഉത്തരവാദിത്തം. ലിമിറ്റഡ് ലയബിലിറ്റിയെ ഉള്ളൂ എന്ന് നമ്മൾ പറയും, കാരണം അതിൻ്റെ ആസ്തിക്ക് അനുസരിച്ച് ലയബിലിറ്റിയേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഡയറക്ടർ ബോർഡ് ലയബിളാണ്, ബാധ്യസ്ഥമാണ്. കമ്പനി നിയമത്തിന്റെ 164(2) ഉപവകുപ്പ് പ്രകാരം എല്ലാ വർഷവും ഇത് കൊടുക്കണം എന്നുള്ള ആ ഡ്യൂട്ടി, കടമ അടിസ്ഥാനപരമായി ലംഘിച്ചിരിക്കുന്നു എന്ന് ഹൈക്കോടതി കണ്ടെത്തുകയാണ്. പ്രൊഫസർ MK സാനു അടക്കമുള്ള SNDPയിലെ വിമതർ എന്നൊന്നും പറയാൻ പാടില്ല, യഥാർത്ഥ SNDPക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ, അവർ കൊടുത്തതാണിത്. കാരണം നമുക്കറിയാം, കുമാരനാശാനും പോലെയുള്ള ആളുകൾ ഇരുന്ന സ്ഥലത്താണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ കയറിയിരിക്കുന്നത്. ഒരു അധപ്പതനം നോക്കൂ. മാത്രമല്ല, അദ്ദേഹം എത്ര മദ്യസ്ഥാപനം നടത്തുന്നതിലായാലും ഒന്നിലും ഗുരുദേവനുമായിട്ട് യാതൊരു ബന്ധവും അദ്ദേഹത്തിനില്ല. ജാതി ഉപജാതി പറഞ്ഞ്, ജാതികളെ വർഗീയത പറഞ്ഞ്, ജനങ്ങളെ ഭിന്നിപ്പിച്ച്, നായാടി മുതൽ നസ്രാണി വരെ, അതിന് മുതൽ നമ്പൂരി മുതൽ നായാടി വരെ തുടങ്ങിയ അലവലാതി മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തി കേരളീയ മനസ്സിൽ വിദ്വേഷത്തിൻ്റെ വിത്ത് വിതച്ച ആളാണ്. ഇതാണോ ഗുരുദേവന്റെ സിദ്ധാന്തം? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആ ഗുരുദേവന്റെ മുമ്പിൽ മതം കൊണ്ട് കളിച്ച്, പ്രത്യേകിച്ചും ചില ജില്ലയിലെ ആളുകളെ, ചില മതവിഭാഗങ്ങളെയൊക്കെ അപമാനിക്കുക ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ധാർമ്മികമായും നിയമപരമായും SNDP യോഗത്തിൻ്റെ തലപ്പത്തിരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്നത് നമുക്കൊക്കെ അറിയാം. വലിയ തോതിൽ ജനങ്ങളെ പണം കൊടുത്ത് പറ്റിച്ചു. ഈ മൈക്രോ ഫൈനാൻസ് എത്രായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടില്ലേ? സഖാവ് VS ഉണ്ടായിരുന്ന കാലത്ത് പറഞ്ഞു ജയിലിലടയ്ക്കും എന്ന് പറഞ്ഞു. ഇപ്പം എന്തുണ്ടായി? പിണറായി വിജയന് സംബന്ധിച്ചിടത്തോളം SNDP യോഗം അദ്ദേഹത്തിൻ്റെ, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളാണ്. അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മകനോ NDA എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ മുന്നണി, NDA, BJP നേതൃത്വം നൽകുന്ന മുന്നണിയുടെ കേരളത്തിലെ 2ാമത്തെ ഘടകകക്ഷി നേതാവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പുറത്ത് പിണറായി വിജയൻ മഹാനാണെന്ന് പറയാ, ഇപ്പുറത്ത് മോഡി മഹാനാണെന്ന് പറയാ, അച്ഛനും മകനും. എന്നിട്ട് ഇവർ രണ്ടാളും കൂടി ഒരു ഡയറക്ടർ ബോർഡിലിരിക്കുക. ഇവർ രണ്ടാളും കാര്യങ്ങൾ തീരുമാനിക്കുക. ഇങ്ങനെ അതൊരു കുടുംബ സ്വത്താക്കി മാറ്റി, അതിൻ്റെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് വിധി പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പീൽ പോവുമായിരിക്കും, സിംഗിൾ ബെഞ്ചാണ് വിധി. അത്
അടുത്ത ജഡ്ജിലേക്ക് അപ്പീൽ പോയാലും ഒരു കാര്യമുണ്ട്. കണക്ക് കൊടുത്തത് ശരിയായില്ല എന്ന് കണക്ക് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. കണക്ക് കൊടുക്കാത്ത ഒരു കമ്പനിക്ക് അതിൽ ഡയറക്ടർ ബോർഡ് നിലനിൽക്കാൻ അർഹതയുണ്ട്? ഇല്ലല്ലോ. ആ ഡയറക്ടർ ബോർഡ് പിരിച്ചുവിടണം എന്നാണ്. പിരിച്ചുവിട്ടു. ഇനി താൽക്കാലികമായ ഒരു ഇന്ററിം ബോർഡ് സർക്കാരിനോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടാവുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ഇതിന് പകരം ഒരു ഇന്ററിം ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ആരെ വെച്ച് ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കും? മുമ്പ് ഇതേ വിഷയം വന്നപ്പോൾ അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ, സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ആളുകൾ അല്ലെ വെച്ച് വെള്ളാപ്പള്ളി നടേശനെ വെല്ലുവിളിച്ചിരുന്നു. അന്ന് പാർട്ടിക്ക് അതിന് ധൈര്യം ഉണ്ടായിരുന്നു. പാർട്ടിയുടെ പിൻബലത്തോടെയാണ് ശ്രീമാൻ അഴീക്കോട്, സുകുമാർ അഴീക്കോട് ഇതിനെ വെല്ലുവിളിച്ചത്. ഇന്നങ്ങനെ പറയാൻ ആരുമില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഇക്കണ്ട മുഴുവൻ വർഗീയ പരാമർശവും നടത്തിയ ആളെ അയ്യപ്പ സംഗമത്തിന് കൂടെ നിർത്തി. സ്ത്രീ പ്രവേശനത്തിന് തടസ്സം നിന്ന, കോടതി വിധി വന്നപ്പോൾ അതിന് തടസ്സം നിന്നവരെ നേരിടാനുണ്ടാക്കിയ നവോത്ഥാന സമിതിയുടെ ഇപ്പോഴത്തെയും ചെയർമാൻ ആണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോ അയ്യപ്പ സംഗമത്തിന് കൂടെ നിൽക്കുക, നവോത്ഥാന മതിലിന് കൂടെ നിൽക്കുക. വായെടുത്താൽ ഇന്ന് രാവിലെ കൂടി ജി സുധാകരന്റെ വിഷയത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞ അഭിപ്രായം നമ്മുടെ മുമ്പിലുണ്ട്. സുധാകരൻ നല്ലവനാണ്, പക്ഷെ പിണറായി വിജയനെതിരെ പറയരുത്, അത്രേ ഉള്ളൂ. ഇദ്ദേഹം പിണറായി വിജയനെതിരെ പറയരുതെന്ന് പറയും, ഇദ്ദേഹത്തിന്റെ മകൻ മോഡിക്കെതിരെ പറയരുതെന്ന് പറയും. അങ്ങനെ ഒരു സമവായത്തിലൂടെ തൻ്റെ മൈക്രോ ഫൈനാൻസ് അടക്കമുള്ള തട്ടിപ്പുകൾ ആരും അന്വേഷിക്കപ്പെടാതെ, അല്ലെങ്കിൽ അത് മുൻപോട്ട് പോകാതെ കോടതിയിലും അന്വേഷണത്തിലും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പം ഇതിലെ സ്ഥാനം പോയാൽ, പുതിയൊരു ഡയറക്ടർ ബോർഡ് വന്നാൽ, അല്ലെങ്കിൽ ഒരു ഇന്ററിം ബോർഡ് വരികയും വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുകയും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയൊക്കെ ചെയ്യാൻ കുറെ കാലം എടുക്കും. ആ കാലത്ത് SNDP യോഗത്തിന് എന്ത് സംഭവിക്കും? അതിലേറ്റവും പ്രധാനം വെള്ളാപ്പള്ളി നടേശന്റെ നടപടികളെ ചോദ്യം ചെയ്യുന്ന ഒരാൾ പുതിയ ഡയറക്ടർ ബോർഡിൽ ഉണ്ടാകുമോ എന്നതാണ്. ഗോകുലം ഗോപാലിനെ പോലെ അതുപോലെ കുറെ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഡയറക്ടർ ബോർഡിൽ ഉണ്ടാവുമോ? ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കും? അതോ വെള്ളാപ്പള്ളിക്ക് തന്നെ സ്വീകാര്യനായ ആളുകളുടെ പട്ടിക വാങ്ങി ഇതുണ്ടാക്കുമോ? ചോദ്യങ്ങൾ പലതാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനും കുടുംബത്തിനുമുണ്ടായ നാണക്കേടിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് പിണറായി വിജയൻ ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് സത്യം.